ആകാശ് ആ സംഭവ സ്ഥലത്ത് തന്നെ കള്ളാടിയിൽ നമ്മുടെ റിപ്പോർട്ടർ ആകാശുണ്ട്. ആകാശ്, എന്താണ് അവിടുത്തെ സാഹചര്യം? നേരിൽ കാണുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾക്ക് മനസ്സിലാവുന്ന കാര്യം? എത്രമാത്രം ആഴവും വ്യാപ്തിയും ഉണ്ട് നിലവിൽ ഈ അപകടത്തിന്? ഷാമിനി, നമുക്ക് കാണാം നടക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ഈ പെട്ടെന്ന് ഈ മല, ഒരു കുന്നാണ്. ഈ കുന്ന്, ഈ തുരങ്കപാത പ്രവർത്തനം നടക്കുന്നതിന് അടുത്തുള്ള കുന്നിൽ നിന്ന് പെട്ടെന്ന് മണ്ണിടുകയും അതിശക്തമായ മഴ ഈ 24 മണിക്കൂറിനിടെ ഇവിടെ പെയ്തിരുന്നു. അതിനാൽ തന്നെ ഇവിടെ ഈ തുരങ്കത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ടുള്ള ആളുകളും ഈ പരിസരത്തുണ്ടായിരുന്നു. പെട്ടെന്നാണ് മണ്ണിടിഞ്ഞ് വീഴുന്നത്. പിന്നീട് ആളുകൾ ഇതിനിടയിൽ പെടുകയും, ഇതൊരു കവല പോലെയുള്ള പ്രദേശമാണ്. നിരവധി കടകളുണ്ട്, വീടുകളുണ്ട്. ഇതിൽ ഒരു വീടിൻ്റെയും ഒരു പള്ളിയുടെയും മുകളിലേക്ക് ഉൾപ്പെടെ ഈ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. കൂടാതെ തന്നെ നിരവധി ഈ പണിക്കാരായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന നിരവധി പേർ ഈ മണ്ണിനടിയിലേക്ക് വീഴുകയും അതിൽ 2 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ JCB ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. നമുക്ക് കാണാം, വലിയ രീതിയിൽ തന്നെ മണ്ണ്, ഒരു മേഖലയിൽ നിന്നും മണ്ണ് വലിയ രീതിയിൽ തന്നെ ഇടിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ചേട്ടാ ഇത് കണ്ടിരുന്നോ? ഇല്ലല്ല, ഇതാ മൂപ്പര് കണ്ടു. ചേട്ടാ എന്തായിരുന്നു? രണ്ട് മൊത്തത്തിൽ ഒടിഞ്ഞു വീണോ? മൊത്തത്തിൽ ആള് അതിൻ്റെ ഉള്ളിൽ 10-20 ആൾക്കാർ അടക്കുന്നുണ്ട്. 20 ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. മൊത്തത്തിൽ അതിന്റെ പണിക്കാർ അടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും അതിന് ഇപ്പൊ മണ്ണ് മാറ്റല്ല തീരെ. അതിൻ്റെ ഉള്ളിൽ ആൾട്ടോ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഇല്ലതാ പോകാൻ പറ്റുന്നില്ല. JCB വന്നിട്ട് മാറ്റേണ്ടി വരും. അല്ല, ഇത് ഈ മലയുടെ കുന്നിന്റെ മേലെ നിന്ന് പെട്ടെന്ന് ഇടിഞ്ഞാണോ? ഇടിഞ്ഞു വന്നു. രാവിലെ കുറച്ചിട്ട് ഇടിഞ്ഞ് വന്നതേനും, പിന്നെ എല്ലാം കൂടി ഒന്നിച്ച് വന്നു. നല്ല മഴ ഉണ്ടായിരുന്നു ആ സമയത്ത്. നല്ല മഴയാണ്. രാവിലെ മുതൽ നല്ല മഴയാണ്. ഇവിടെ ഇതിന്റെ ജീവനക്കാർ മാത്രമാണോ ഈ പണി? ഇതിന്റെ പണിക്കാർ മാത്രം, വേറെ നാട്ടുകാരും പോയിട്ടില്ല. വീടുണ്ട്, അതിന്റെ ആൾക്കാരില്ലായിരുന്നു അവിടെ. വീട്ടിലെ ആളില്ലായിരുന്നു. ചേട്ടാ എന്തെങ്കിലും സംഭവം? ആകാശാണ് അപകടം നടന്ന സ്ഥലത്ത് നിന്നും വിവരങ്ങൾ നൽകുന്നത്. ആകാശ് അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. എന്തായാലും നിലവിൽ അവിടെയുള്ള തൊഴിലാളികൾ തന്നെയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. 10-20 പേർ അവിടെ ഉണ്ടായിരുന്നു. രാവിലെ ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നിലവിൽ ഇത് ഒന്നാകെ ഇങ്ങോട്ടേക്ക് ഇടിഞ്ഞ് താഴേക്ക് വരികയായിരുന്നു എന്നാണ് പറയുന്നത്. 10-20ഓളം പേർ എന്നുള്ളൊരു കണക്കാണ് നിലവിൽ അവിടെയുള്ള പ്രദേശവാസി പറഞ്ഞിരിക്കുന്നത്. ആകാശ വിവരം തേടിയ ഒരു പ്രദേശവാസിയാണ് നിലവിൽ അത് പറഞ്ഞിരിക്കുന്നത്. 10-20ഓളം പേർ അവരെ ഉണ്ടായിരുന്നു. അത് മാറ്റിക്കഴിഞ്ഞാൽ ആ മണ്ണിനടിയിൽ അവരൊക്കെ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അങ്ങോട്ട് കയറി ചെല്ലുവാൻ കഴിയുന്നില്ല. JCB എത്തിച്ച് മണ്ണ് മാറ്റാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് തോന്നുന്നത് എന്നും കൂടി ആ പ്രദേശവാസി പറയുന്നുണ്ട്. അപ്പോൾ വലിയ അപകടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നാട്ടുകാർ അപകടത്തിൽ പെട്ടിട്ടില്ല. നാട്ടുകാരല്ല, പക്ഷേ ഈ തുരങ്കപാത നിർമ്മാണത്തിന് എത്തിയ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ അപകടം, ഈ ഭീതിതമായൊരു ദൃശ്യം കാണുന്നുണ്ട്. മറ്റൊന്ന്, ഇടതുവശത്ത് ഒരാളെ മണ്ണിനടിയിൽ നിന്നും പുറത്തെടുത്ത് കൊണ്ടുവരുന്ന ദൃശ്യമാണ് കാണുന്നത്. ആകാശ് തുടരുന്നുണ്ട്. ആകാശ്, അപ്പോൾ ഇത് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് ഇന്നലെ തന്നെ ഈ മഴ കാരണം ഈ പ്രദേശത്തെ പണികൾ നിർത്തിവെച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 20ഓളം പേർ ഇപ്പോൾ അപകടത്തിൽപ്പെട്ടു എന്ന് ഈ പ്രദേശവാസിയും പറയുന്നു. നമുക്ക് ഒരു ഉറപ്പിക്കാനാവുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തത വരുത്തുവാൻ കഴിയുന്നുണ്ടോ? എങ്ങനെയാണ് ഇത്രയും തൊഴിലാളികൾ ഇവിടെ വന്നിരിക്കുന്നത്? ഇവർ ഇവിടെ തന്നെയാണോ താമസം? അത്തരം കാര്യങ്ങളൊക്കെ അറിയാമോ? ഷാമിലി, നിലവിൽ ഇവിടെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു മുന്നറിയിപ്പുണ്ടെങ്കിൽ ഒരു പക്ഷേ തൊഴിലാളികൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യമാണ്. കൂടാതെ തന്നെ 20ഓളം തൊഴിലാളികൾ, ഈ പണി നടക്കുന്ന ഭാഗങ്ങളിൽ 20ഓളം തൊഴിലാളികൾ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇവിടെ നാട്ടുകാർ തന്നെ പറയുന്നത്. കൂടാതെ തന്നെ അതിശക്തമായ ഒരു മണ്ണിടിച്ചിലായിരുന്നു. അതിനാൽ തന്നെ ആളുകൾക്ക് ഓടാൻ സാധിച്ചില്ല. കൂടാതെ തന്നെ ഇതിന് തൊട്ട് സമീപത്തുള്ള ഒരു വീട് തന്നെ മണ്ണിനടിയിൽ ആവുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. വീടിൻ്റെ ഭിത്തി ഉൾപ്പെടെ ഇടിഞ്ഞ് മണ്ണ് വന്ന് അവിടേക്ക് പതിച്ചു. അവിടെ ആളുകൾ ഇല്ലാത്തതിനാലാണ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. കൂടാതെ തന്നെ ഇപ്പോൾ നിലവിൽ JCB ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കൂടാതെ ഫയർഫോഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ്, ഫയർഫോഴ്സ്, നാട്ടുകാർ, കൂടാതെ JCBയുടെ സഹായത്താൽ ഇവിടെ നിന്ന് മണ്ണ് മാറ്റുകയാണ്. ചേട്ടാ, എന്തെങ്കിലും സംഭവം? ഇപ്പോൾ പറയാൻ പറ്റില്ല അവസ്ഥയിലല്ല.
ഇല്ല, നമ്മളാരും ദൃക്സാക്ഷികളല്ല. ഒരു പള്ളി ഉണ്ടായിരുന്നു ഇവിടെ, ആ പള്ളി ഇപ്പോൾ കാണില്ല. ഇവിടെ ഈ ഭാഗത്തൊരു പള്ളി ഉണ്ടായിരുന്നു. ഷാമിൽ, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ ഈ വെള്ളം വരുന്ന ഈ ഭാഗത്തായിട്ട് ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി പൂർണ്ണമായി തന്നെ മണ്ണ് വന്ന് മൂടിയിട്ടുണ്ട്. കൂടാതെ തന്നെ തൊട്ടടുത്തൊരു വീടുമുണ്ട്. ആ വീടിൻ്റെയും ഭിത്തി ഉപ്പ തകർന്നുകൊണ്ട് മണ്ണ് അങ്ങോട്ട് ഇടിച്ചു കയറി. ആളുകൾ അവിടെ ഇല്ലാത്തതിനാലാണ് വലിയൊരു അപകടം നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. കൂടാതെ തന്നെ രക്ഷാപ്രവർത്തനം ഇവിടെ പുരോഗമിക്കുകയാണ്. ചേട്ടാ, ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നില്ലേ? പള്ളി ഉണ്ടായിരുന്നു, അതിപ്പോൾ ഒലിച്ചു പോയി ഇതിൽ. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ മണ്ണിൻ്റെ അടിയിൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സംശയത്തിലാണ് നിൽക്കുന്നത്. JCB വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ചേട്ടാ, അവിടെ അതിശക്തമായ മഴയിലായിരുന്നു. അപ്പോൾ രാവിലെ മുതൽ അതിശക്തമായ മഴയായിരുന്നു ഈ ഭാഗത്ത് മാത്രം. അപ്പോൾ ചേട്ടാ, അപ്പോഴേ ഇവിടെ മുന്നറിയിപ്പ് എന്താ നൽകിയിരുന്നു? ഇല്ല, ഒന്നും മുന്നറിയിപ്പ് ആദ്യം നൽകിയതായിട്ട് അറിവില്ല. ഇപ്പോൾ രക്ഷപ്പെടുത്തി എത്ര പേർ രക്ഷപ്പെടുത്തിയത്? രക്ഷപ്പെട്ടത് ഇപ്പോൾ 4 പേരെ ആസ്പത്രിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഈ നിരവധി ആളുകളുണ്ടെന്നാണ് നിരവധി ആളുകളുണ്ട്, 24ഓളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. ഈ നാട്ടുകാരായ ഒരാളാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് വെച്ച് 24ഓളം പേർ അവിടെ കുടുങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മുകൾ വശത്തായി 24ഓളം പേർ നിലവിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് പ്രാഥമികമായിട്ട് ഇവർ നമുക്ക് നൽകുന്ന വിവരം. അവിടേക്ക് പക്ഷേ പ്രവേശിക്കണമെങ്കിൽ ഇവിടെ നിന്നുള്ള മണ്ണ് കുത്തിയിടിച്ച് വന്ന ഈ മണ്ണ് കടന്നു വേണം പോകാൻ. കൂടാതെ തന്നെ ഒരു പാലവുമുണ്ട്, ഇതിന് കുറുകെ തന്നെയായി ഒരു പാലവുമുണ്ട്. അവിടെയും വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് മൂടിക്കിടക്കുകയാണ്. ആ ഭാഗങ്ങളെല്ലാം മാറ്റിയാൽ മാത്രമേ ആ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നിലവിൽ കേരള ഫയർഫോഴ്സും പോലീസും ചേർന്നിട്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ JCB ഉപയോഗിച്ച് ഇവിടെ നിന്നുള്ള മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണ് മാറ്റിയാൽ മാത്രമാണ് ആ ഭാഗത്തേക്ക്, ഇപ്പോൾ തുരങ്കപാതയുടെ പണി നടക്കുന്ന ഈ ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതാണ് മീനാക്ഷി പാലം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ മീനാക്ഷി പാലം മുഴുവനായി തന്നെ മണ്ണ് വന്ന് മൂടി, കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെ ഇവിടെ വന്ന് മൂടിക്കിടക്കുകയാണ്. അതിനാൽ ഈ ഭാഗങ്ങളിലെ ഈ മണ്ണുകളെല്ലാം നീക്കിയാൽ മാത്രമേ പിന്നീട് അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. നിലവിൽ നാട്ടുകാരുടെ ഒരു സഹായം കൂടിയുണ്ട്. ആദ്യഘട്ടത്തിൽ നാട്ടുകാർ ചേർന്നാണ് ഇതിൽ കുടുങ്ങിക്കിടന്ന 4 പേരെ രക്ഷപ്പെടുത്തി അവരെ തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൂടാതെ ഇവിടെ ജോലി ചെയ്തിരുന്ന 24ഓളം പേർ ഈ ജോലിസ്ഥല ആ ഭാഗത്തായിട്ട്, ഈ തുരങ്കപാത നിർമ്മാണത്തിൻ്റെ ഭാഗത്തായിട്ട് നിലവിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെ കൂടെ ഇനി രക്ഷപ്പെടുത്തണം. അതിനായുള്ള ദൗത്യമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ഇവിടെ മഴ വീണ്ടും തുടരുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ശക്തിയായി മഴ പെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാവും. കൂടാതെ പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലോറി മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇവരുടെ സാമഗ്രികൾ സൂക്ഷിച്ച മുറികൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഒരുപാട് കോട്ടേജുകൾ പോലെ മുറികളുണ്ട്. അവിടെയെല്ലാം ആളുകൾ ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടതുണ്ട്.